ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ദൃഢം ഷൈൻ നിഗം നായകനായി ഡെബ്യൂട്ടൻ്റായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് ദൃഢം. ഒരു ത്രില്ലർ മെറ്റീരിയൽ മിസ്റ്റീരിയസ് മോഡിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജിത്തു ജോസഫ് പ്രസൻസ് ആണ്. ഒന്നുകൂടെ പറയാം, ജിത്തു ജോസഫ് പ്രസൻസ് മാത്രമേ ഉള്ളൂ. ഈ സിനിമയിൽ ലിൻഡോ ആൻഡ് ജോമോൻ ജോനൊക്കെയാണ് റൈറ്റേഴ്സ് വരുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നു, അതും ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ഹിൽ സ്റ്റേഷൻ ഒരു കുന്നിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് അവിടെ ഒരുപാട് ഇരുട്ടുകളുണ്ടാവും രാത്രിയാകുമ്പോൾ, പിന്നെ ഈ മഞ്ഞ് പുകഞ്ഞ് അത് ഒരു ഇത്, പിന്നെ ആൾക്കാരൊക്കെ കുറവായിരിക്കും, ഗ്രാമം കുഗ്രാമം ആ ഒരു സമയം ആൾക്കാരൊക്കെ പാവപ്പെട്ടവർ, വിദ്യാഭ്യാസം ഇല്ലാത്ത അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കുറേ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതിന് പറ്റിയതാണ് ഒരു ഹിൽ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ നായകൻ എത്തുന്നതാണ് സിനിമ. നായകൻ യങ്ങായിട്ടുള്ള ഒരു ചാമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പോലീസ് ആവുന്നു. പുള്ളി സംസാരിക്കാനൊന്നും പാതി ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് പോലെയാണ് വരുന്നത്. പുള്ളി പോലീസിലേക്ക് ചേർന്ന് ആ ഒരു സ്റ്റേഷനിലേക്ക് വരുന്നു. സ്റ്റേഷനാണോ അതോ നാടക കമ്പനിയാണോ എന്നറിയില്ല, ഒരു അനക്കവും ഇല്ലാത്ത സ്റ്റേഷൻ. ഇനി സിനിമയുടെ പേര് ദൃഢമെന്ന് ഇട്ടതുകൊണ്ട് എല്ലാവരും സൂക്ഷ്മതയായിട്ടിരിക്കണമെന്നറിയില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരു സൗണ്ട് ഇല്ല, പിന്നെ വാക്കി ടോക്കിൻ്റെ ഒരു നമ്പർ 350 അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരമോ ഒരു നിശബ്ദമായിട്ട് പോലീസ് സ്റ്റേഷനിലെ നിശബ്ദതയോ ഏതാണ് ആ പോലീസ് സ്റ്റേഷൻ അതറിയില്ല. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ കുറച്ച് പേര് അങ്ങോട്ട് നടക്കുന്നു, കുറച്ച് പേര് എന്തിനോ വേണ്ടി. ഇതിൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അവർ അഭിനയിക്കുന്ന ഇതെല്ലാം. സത്യം പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഡയറക്ടറാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ബട്ട് ഡയറക്ടർ പുള്ളി ഡെബ്യൂട്ടൻറ്റും കൂടെയാണ്, പുള്ളി ഇങ്ങനെ ചെയ്തെന്ന് അത് കണ്ട് തന്നെ അറിയണം. അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ വെറുപ്പിച്ച് ജൂനിയേഴ്സൊക്കെ എന്തൊക്കെയോ അവർക്ക് ക്യാമറ വരുമ്പോൾ കാണാം, അവരിങ്ങനെ നോക്കുന്നത് കണ്ണിൽ കാണാൻ പറ്റും. ക്യാമറ ഇതാ വരുന്ന ക്യാമറ എന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു പ്രിപ്പയർ അല്ലാത്ത പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ സിനിമയിൽ ഹിൽ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു മിസ്റ്റീരിയസ് ടൈപ്പ് ഓഫ് ഒരു ക്രൈം ത്രില്ലർ പോലെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ തുടക്കത്തിൽ തന്നെ നായകൻ വരുമ്പോഴും ആ തുടക്കത്തിൽ ടൈറ്റിൽ കാർഡൊക്കെ വരുമ്പോഴും ഒരു BGM ഒക്കെ ഒരു അങ്ങനെ അറിയാമല്ലോ, ഒരു ത്രില്ലർ പടങ്ങളിലൊക്കെ വരുന്ന ഒരു BGM ഒക്കെ വരുന്നത് അതുപോലെ ആ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. അത് അത്ര ഇത് കൊള്ളത്തൊന്നുമില്ല, ചുമ്മാ എന്തൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്തെഴുതിയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഹിൽ സ്റ്റേഷൻ്റെ അകത്ത് വെച്ചൊരു മഠം അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു, ഒരു പ്രശ്നം നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സൈനികത്തിനെ ഏൽപ്പിക്കുന്നു. സൈനികമാണെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ടാണ്, കുറച്ച് പേടിയും കാര്യങ്ങളുള്ള, എങ്ങനെ അത് അഭിമുഖീകരിക്കുന്നുള്ളതായിട്ടുള്ള പടമാണ് ഇത്. ആൻഡ് പ്രഷർ നേരിടുന്നു, സീനിയർ ഓഫീസറിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പ്രഷർ നേടുന്നു, എന്താണ് ഇത് കണ്ടുപിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു എന്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനും ഇല്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം പടവും തീരുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ ജിത്തു ജോസഫ് പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പുള്ളി ഇപ്പോൾ ഏത് പടത്തിൻ്റെ പുള്ളിയുടെ പേര് വന്നാലേ എല്ലാം ഉറങ്ങി തൂങ്ങി പോവുകയാണല്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലാത്ത ഒരു ത്രില്ലർ, എന്തിനോ വേണ്ടിയുള്ള ഒരു ത്രില്ലർ. ബട്ട് ഷൈൻ നിഗത്തിൻ്റെ റോൾ പറയുകയാണെങ്കിൽ പുള്ളിക്ക് അതൊരു വെറൈറ്റി റോളായിരുന്നു. പുള്ളി ഇതിനു മുമ്പ് ഇതുപോലെ പോലീസ് വേഷങ്ങളും അല്ല ഈ ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വേഷങ്ങളൊക്കെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ മീശയൊക്കെ വെച്ച് നല്ല ക്ലീൻ ഷേവൊക്കെ ചെയ്ത ഒരു ടിപ് ടോപ്പ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് ഒരു കാര്യമല്ലേ, അത് ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വൃത്തിയായിട്ടൊരു ക്യാരക്ടർ പോലീസ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഷൈൻ നിഗത്തിന്. ആൻഡ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പറഞ്ഞില്ലേ, സിനിമ അതിനോട് കാര്യമായിട്ട് എടുക്കുന്നില്ല. ആ സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും റൈറ്റിംഗ് ആയിരുന്നാലും എന്തിനോ വേണ്ടിയുള്ള ആരോ ചെയ്ത ഒരു പോർട്ട്ഫോളിയോയെ വീണ്ടും ഫോളോ ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സെയിം സിറ്റുവേഷൻ, സെയിം ക്രൈം, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും എല്ലാം സെയിം ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും. ബട്ട് ഇതെനിക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നും പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇതിനൊരു നായിക ഉണ്ട്, സാനിയ ഫാത്തിമ എന്തോ ആണ് പേര്. ആ നായിക ഇതുപോലെ പോലീസ് നായകന്മാരെ കാണുമ്പോൾ നായകന്മാർക്ക് ഒരു ക്രഷ് അടിക്കുന്നു. അതുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട കുറച്ച് ക്രഞ്ച് സീൻസുകളും കാര്യങ്ങളും ഉണ്ട്. നായിക ഒരു കരോട്ട അങ്ങനത്തെ സംഭവകാര്യമൊക്കെ എന്തൊക്കെയാണ്. അതിന് ഇതിൽ കുറേ കോട്ട രമേശ്, അഭിലാഷ് രാധാകൃഷ്ണൻ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് മുഖങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ കൂടെ തന്നെയാണ്. കുറച്ച് സിനിമകളൊക്കെ വന്ന് കുറച്ച് മുഖങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊരു എന്ത് ത്രില്ലറിനാണ് ഉദ്ദേശിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.
സത്യത്തിൽ മൊത്തത്തിൽ പടം പാളിയിട്ടുണ്ട്. ആ ഒരു ത്രില്ലർ മോഡും ഇല്ല. അവരാകെ സെറ്റ് ചെയ്തത് ആ ഒരു ത്രില്ലർ മോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹിൽ സ്റ്റേഷൻ്റെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, സമാധാനമായിട്ടിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ യങ് ആയിട്ടുള്ള ഒരു ചാമായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു നായകൻ, ഒരു പോലീസ് പോകുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാർ ഇത് എന്താ കണ്ടുപിടിക്കാത്തതെന്ന് പറയുന്നു. സീനിയർ ഓഫീസറിന്റെ പ്രഷർ വരുന്നു. അപ്പോൾ അതുമായിട്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് രംഗങ്ങൾ, പിന്നെ അത് അറിയാലോ ക്രൈം ശരിയാക്കുന്ന രംഗങ്ങൾ, അതൊക്കെ ആയിട്ടൊരു കൂടിയ ഒരു അവിച്ച് കലക്കി അവിയൽ പോലെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ത്രില്ലർ. മൊത്തത്തിൽ അതാണ് ദൃഢം എനിക്ക് തോന്നിയത്. ഷൈനികമായിട്ട് ആ ഒരു സിനിമയായിട്ട് ഷൈനികത്തിന്റെ റോള് ഞാൻ പറഞ്ഞില്ലേ വലിയ ബോറൊന്നും ഇല്ലായിരുന്നു. ബട്ട് എന്നിരുന്നാൽ ആ സിനിമയോട് ചേർക്കുമ്പോൾ അത് ഒരിക്കലും കണക്റ്റ് ആവാതെ പോയി. കാരണം കഥയൊക്കെ എന്തൊക്കെ ചെയ്തൊക്കെ അവർ വിട്ടു. മൊത്തത്തിൽ സിനിമ ഒരു അവിയൽ ത്രില്ലറാണ്. അപ്പോൾ ഇനിയും അടുത്ത മൂവി അപ്ഡേറ്റ്സും മൂവി റിവ്യൂസ് ഒക്കെ വരാം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു.